ഹലോ നമസ്കാരം, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കീമിന്റെ താൽക്കാലിക എഞ്ചിനീയറിംഗ് ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഗൂഗിളിന്റെ പുതിയ പേജ് എടുത്ത് CE കേരള എന്ന് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ cekerala.gov.in എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിലായി നൽകിയിരിക്കുന്ന കീം നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അതല്ല എങ്കിൽ കീം കാൻഡിഡേറ്റ് പോർട്ടൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിലെ നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ വിജ്ഞാപനം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതാണ്. നിലവിൽ 11/7/2025 മുതൽ 18/7/2025 വൈകുന്നേരം 4 മണി വരെയുള്ള ഓൺലൈനായി ലഭിച്ച ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ഓപ്ഷനിലെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അലോട്ട്മെന്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്. താൽക്കാലിക അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടെങ്കിൽ സൈറ്റിൽ നൽകിയിരിക്കുന്ന മെയിൽ ഐഡിയിലേക്ക് പരാതി അയക്കാവുന്നതാണ്. നിലവിൽ 20/7/2025 വൈകുന്നേരം 4 മണിക്കുള്ളിൽ പരാതികൾ അറിയിക്കേണ്ടതാണ്. സാധുവായ പരാതികൾ പരിഹരിച്ച് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ്. പരാതികൾ അയച്ചു നൽകേണ്ട മെയിൽ ഐഡി engg.ceekerala@gmail.com എന്നുള്ളതാണ്. അലോട്ട്മെന്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്നതിനായി ഹോം പേജിൽ നൽകിയിരിക്കുന്ന അലോട്ട്മെന്റ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്താൽ താൽക്കാലിക അലോട്ട്മെന്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് പ്രൊഫഷണൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന ലിസ്റ്റിൽ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വിവരങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. 1220 പേജ് വരുന്ന ലിസ്റ്റാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കൺട്രോൾ F എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും